ഞാൻ ഡോക്ടർ അഞ്ജു, ഇത് നമ്മുടെ അമിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY ഹെയർ കണ്ടീഷണർ ആണ്. നമ്മളുടെ ഫ്ലാക്സ് സീഡ്സും ഫെനുഗ്രീക്കും പിന്നെ 1-2 എസെൻഷ്യൽ ഓയിൽസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഹെയർ കണ്ടീഷണർ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഒരു 2-3 സ്പൂൺ ഫ്ലാക്സ് സീഡ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ള ആ ഒരു ക്രീം ഉണ്ടാക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല ജെല്ലായിട്ട് തന്നെ ഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഫ്ലാക്സ് സീഡിൻ്റെ ഈ ജെല്ല് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഫെനുഗ്രീക്ക്, അതായത് ഉലുവാപ്പൊടി, ഉലുവയായിട്ടോ അല്ലെങ്കിൽ ഉലുവാപ്പൊടിയായിട്ടോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫെനുഗ്രീക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് കൂളാക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് കൂളായതിനു ശേഷം ഇതുപോലെ ഉണ്ടാവും, ഒരു പേസ്റ്റ് ഫോമിലുണ്ടാവും. ഒന്നുകിൽ നമുക്കതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ഒന്നും വേസ്റ്റ് ആക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനിതിനെ ഒരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ഫോമിൽ ആക്കിയെടുക്കും. നന്നായിട്ട് എടുത്തതിന് ശേഷം ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദന്തപാല തൈലമാണിത്. ദന്തപാലയുടെ ലീവ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണിത്. ഇത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ ഇത് നല്ല ഡാൻഡ്രഫിനും സ്കാൽപ്പ് സോറിയാസിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ദന്തപാല തൈലം നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റിലേക്ക് ഒരു 2 സ്പൂൺ ദന്തപാല തൈലം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദന്തപാലയുടെ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്വാളിറ്റീസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ അതല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പം ഞാൻ 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ കോക്കനട്ട് ഓയിലും ദന്തപാല തൈലവും ആണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ടാവും. ഈ ക്രീം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് നിൽക്കുക. നിന്നതിന് ശേഷം തല നന്നായി ഒന്ന് കഴുകി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ്. ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ് ഈ ഒരു ഹെയർ കണ്ടീഷണർ. മുടിയൊക്കെ നല്ല സ്മൂത്തായി നല്ല മുടിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.